ഇതൊക്കെ പുതിയ ഐഡിയ. ഇത് വേറെ ഗുണമുള്ളതാ. നമ്മൾ സാധനമായിട്ട് അവിടെ ചെല്ലും, വണ്ടി ഇടിച്ച് കംപ്ലൈൻറ്റ് ആയിട്ട് തിരിച്ച് ഷോറൂമിൽ റിട്ടേൺ ഓട്ടവും കിട്ടും. സിംഗിൾ ഓട്ടം മാത്രമല്ല. അവന്മാർ വണ്ടിയായിട്ട് പോയാൽ അതിൻ്റെ ഒരു അറിവില്ല. ഞാൻ ഇതിൻ്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ലക്ഷറി ആക്ട് ദുബായിൽ. പക്ഷെ ഇത്രയും ചെറുതല്ല, അത് കുറച്ചുകൂടെ, അത് കുറച്ചുകൂടെ വലുതാണ്. ഇത് അതല്ല നമ്മുടെ വണ്ടി വണ്ടി പുറത്തിറങ്ങിയിരിക്കുന്നു. അല്ല തിരിച്ചിട്ട് രണ്ട് പോരാ. ഈ കളർ കൊള്ളാനാണോ വണ്ടിയുടെ? അതിപ്പുറം തിരിഞ്ഞേം ചെയ്യാം, അപ്പുറ സൈഡ് വെള്ള അല്ല, ഇത് വല്ലാത്തൊരു കളർ ഗേഡിങ് ആണല്ലോ. ഇത് മറ്റേ PP പിടിച്ചത്, ഒരു സൈഡ് വെള്ള ഒരു സൈഡ് കറുപ്പ്. പക്ഷെ ഇത് തീരെ ലക്ഷത്തിന് കുറവായി പോയുള്ളൂ. ആണോ? അത് കണ്ടോ അപ്പുറം കപ്പൽ. കപ്പൽ അത് ഫെറിയാണ് കപ്പലാണോ? കൊച്ചി ടൈറ്റാനിക്. കറക്റ്റ് മീൻവണ്ടിയുടെ സൈഡാണോ? കയറ്റി വെക്കുവാണെങ്കിൽ ഇവിടെ ഇരുന്ന് നല്ല ഫോട്ടോ എടുക്കാം. എനിക്ക് അത്ര ലക്ഷറി ആയിട്ട് തോന്നുന്നില്ല. കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ നല്ല ലക്ഷറി ആയിക്കോളും. ഇല്ല, ഞങ്ങളൊക്കെ പണിതുകൊണ്ടിരുന്നെന്ന് പറയുമ്പോൾ ഒരു 111 ഫീറ്റ് മിനിമം നീളം വരുന്നതൊക്കെയായിരുന്നു. 111, 140. ശരിയാ, പോകുന്ന വഴിക്ക് എന്തെങ്കിലും കിട്ടും. കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ എല്ലാം കൊണ്ടേടിപ്പിക്കുവാണെങ്കിൽ. സ്ലീപ്പർ ക്യാബിനാണോ നോക്കി? അതെ, ഓ ഡെവലപ്മെന്റിന്റെ ഇതല്ലേ ലാഡർ അത്. ആ പോയേക്കാം. ഡിജിറ്റൽ ഇൻസ്റ്റാൾമെന്റ് സാധാരണ ഇത്രയും ഓക്കെ വീതി ഉണ്ടെങ്കിലും ഇങ്ങനെ ഫുൾ ഫ്രെയിം കിട്ടാൻ പാടല്ലേ? ഇല്ല, അത് തന്നെ. ചെന്ന് കയറ്റിയോ? ഇല്ല. അല്ലേ ഇറങ്ങിയപ്പോഴേ നമ്മുടെ സ്വഭാവം വെച്ച് ഇറങ്ങിയപ്പോഴേ കിട്ടുന്നതാണ്. ഇത് എങ്ങോട്ടായിരുന്നു? ഇറ്റലി ടു ഒരു ഐലൻഡാണ്. ഏത് ഐലൻഡാണെന്ന് ചോദിച്ചില്ല. ഫ്രാൻസിൻ്റെ ഐലൻഡാന്ന് തോന്നി. എഫ് എന്നൊക്കെ കണക്ക്. അല്ല, ഇന്നത്തെ ചർച്ച പറയാം. എനിക്ക് എന്നോട് ചോദിക്കാനുണ്ട്. ഈ മീറ്റർ കണ്ടില്ലേ? ഇന്നത്തെ ഓവർ സ്പീഡിൽ പോകാനല്ലേ? നീ മറ്റേ ടെസ്റ്റ് ചെയ്യാനുണ്ടോ മീറ്ററിന്റെ ഫുൾ അറ്റം പോയി കഴിഞ്ഞാൽ വേറെ ലൈറ്റ് കത്തി വരുമോന്ന്? 140 കഴിയുമ്പോഴത്തേക്ക് തന്നെ 180, 170 ഒക്കെ സാബിന്റെ വണ്ടി പോലെ. അല്ല, എനിക്ക് ഇതിനോട് ചോദിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി വേണം. ഇന്നോവ തന്നെ കൂട്ടിക്കോ, അതാണല്ലോ ഇപ്പോൾ ട്രെൻഡ്. ഏതാ ബെറ്റർ? ഞാൻ അവിടെ പോയി വണ്ടി മേടിക്കുന്നതാണോ, അത് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് അവിടുന്ന് കൊണ്ടുവന്ന് വണ്ടി മേടിക്കുന്നതാണോ? ഒപ്പീനിയൻ. പണ്ടായിരുന്നെങ്കിൽ ഞാൻ അവിടുന്ന് പോയി എടുക്കാനേ പറയുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു രീതി വെച്ചാണെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല. കാരണം ഇവിടുന്ന് പോയവരുടെ കഴിവുകൊണ്ട് അവിടെ ഉള്ളവന്മാർ ഉടായി പോയിട്ടാണ്. ഇതങ്ങനത്തെ സ്പീഡുണ്ട് കേട്ടോ വണ്ടിക്ക്. ബ്രേക്ക് ഉണ്ടോ? അത് മതി. അതുകൊണ്ട് എനിക്ക് ഏത് സൈഡിൽ കൂടെ ഈ സൈഡിൽ
അതൊരു ഇഷ്യൂ കേട്ടോ. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് വളരെ റൈറ്റ് ആണോ? ഇത് സ്റ്റിയറിംഗ് വീല് അത് പറഞ്ഞൊരു കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ UK കിടക്കുന്ന ന്യൂറോ എന്നാണെങ്കിലും ഇങ്ങോട്ട് വണ്ടി പറയാൻ പറ്റും. പണ്ടാണെങ്കിൽ നീ അവിടെ പോയി മേടിക്കാൻ പറഞ്ഞേനെ. ഇപ്പം ഞാൻ അത്രയ്ക്കൊന്നും സ്ട്രെസ് ചെയ്യുന്നില്ല. KL വണ്ടി തന്നെയാണ് തരും. അത് ഇപ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ KL വണ്ടി ചുമ്മാ കണ്ണുടച്ച് എടുക്കാനും പറ്റത്തില്ലാത്ത അവസ്ഥ. അല്ല, KL വണ്ടിയല്ല എനിക്ക് വേണ്ടത് അവിടുത്തെ വണ്ടിയാണ്. അപ്പം അതായത് എനിക്ക് വേണ്ടത് നേരിട്ട് പോയിരിക്കുന്നു. അതായത് നമ്മൾ നേരിട്ട് പോയി ഡൽഹിയിൽ പോയി എടുക്കാനോ? നീ തന്നെ പറഞ്ഞത് ഇപ്പം പണ്ടാണെങ്കിൽ അങ്ങനെ പറഞ്ഞോളൂ, ഇപ്പം അങ്ങനെ പറയുകയാണ്. അവ ഉടായ്പ പഠിച്ചത് ഉടായ്പ പഠിച്ചു. പക്ഷേ സ്റ്റിൽ നമുക്ക് പോയി നേരിട്ട് പോയി വണ്ടി ടച്ചാക്കിയിട്ടുണ്ടല്ലോ. പക്ഷേ നമ്മളിപ്പോൾ ഞാൻ വില നോക്കി ഒരു OLX-ലൊക്കെ നോക്കും, OLX-ലും ഫേസ്ബുക്കിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വസിച്ച് ഇവിടെ വണ്ടി വന്ന് കുറച്ച് കാലം ഓടിച്ചാലും ഞാൻ അതിൻ്റെ ഉത്തരവാദിത്തമായിട്ടുള്ള എന്ന് പറയാൻ പറ്റിയ കേപ്പബിൾ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. അങ്ങനെ ആരും നമുക്ക് അവിടെ നിന്ന് തരത്തില്ല. അങ്ങനെ ഒരു പറഞ്ഞു വെച്ചാൽ ഓക്കെ നിങ്ങൾ ഇങ്ങോട്ട് പോവാം. അതായത് നമ്മളിപ്പോൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ വണ്ടി കച്ചവടക്കാരുണ്ട്. എണ്ണം കൂടുന്നു അല്ലാതെ കുറയുന്നില്ല. വന്നു ഇപ്പം കേരള ഇന്നോവ ചെയ്യുന്നൊരു കുറവാണ്. അതായത് ആർക്ക് ടൊയോട്ടയുടെ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അതർ സ്റ്റേറ്റ് വണ്ടി. പക്ഷേ വേറൊരു കാര്യം ഞാൻ കണ്ടേക്കുന്നത് ഇപ്പോൾ പറഞ്ഞൊരു സെയിം മോഡൽ വണ്ടി എന്നാൽ ഇപ്പോൾ ഒരു ഉദാഹരണം ഒരു 2015-16 വരെയാണ് നമ്മുടെ ടൈപ്പ് 1 ഇന്നോവ ഉണ്ടായിരുന്നത്. എന്നെ പേഴ്സണലി ചോദിക്കുവാണെങ്കിൽ 2016 ലാസ്റ്റ് ഇറങ്ങി വേണ്ടിയിട്ടില്ല. ക്രിസ്റ്റയ്ക്ക് മുമ്പുള്ള ഫുഡാണ്, അതാണ് ഏറ്റവും പെർഫെക്റ്റ്. അതിൻ്റെ മറ്റേ ഏറ്റവും ടോപ്പിൻ്റെ അറിയല്ലേ നല്ല അത്യാവശ്യം ഓണാത്ത വണ്ടി ആദ്യത്തെ ഇറങ്ങിയ അത്രയും ഈ എന്താ പറയുക കുറച്ച് റിഫൈൻഡ് ആകണമുണ്ടായിരുന്നു. എന്നാൽ അടുത്ത രണ്ടാമത്തെ വേരിയൻറ്റോട്ടാണ് അത്യാവശ്യം റിഫൈൻഡ് ആയെന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇന്നോവ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് നീ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫസ്റ്റ് ജനറേഷൻ ഓടിച്ച് അല്ല ഇന്നോവയിൽ തന്നെ 2010 ഫസ്റ്റ് ജനറേഷൻ തന്നെ 2005 ഇറങ്ങിയ വണ്ടി ഓടിച്ചിട്ടുണ്ട്. ആ ഒരു പല സെറ്റ് ഓടിച്ചിട്ടുണ്ട്. ഫേസ് ലിഫ്റ്റ് തന്നെ അതിൻ്റെ അകത്ത് കുറേ നമ്മൾ ആദ്യമുള്ള ഇൻ്റർകൂളർ ഇല്ലാത്ത ഓടിച്ചിട്ടുണ്ട്, ഇൻ്റർകൂളർ ഉള്ള വണ്ടി ഓടിച്ചിട്ടുണ്ട്. അതെന്തൊരു പാട്ടെ. അപ്പം ചോദിക്കാനുള്ളതാണ്. അപ്പം എനിക്ക് അതർ സ്റ്റേറ്റ് വണ്ടി വേണം, ഇന്നോവ തന്നെ. അപ്പോൾ പഞ്ചാബോ ഇതിൻ്റെ അകത്ത് അപ്പം വേറൊരു കാര്യം, ഇപ്പം ഞാനിപ്പോൾ OLX നോക്കി 2016 വണ്ടി ഡൽഹി ഓടിയതായിരിക്കും. പക്ഷേ വല്ല നമ്മുടെ ബോംബെ സൈഡിൽ നിന്ന് വല്ല ടാക്സി ഓടിക്കുന്നത് ഈ മറ്റേ ഞാൻ വേറൊരു കേസുണ്ട്. ഈ എന്താ പറയുന്നത് ഫ്ലീറ്റ് ഓടുന്ന വണ്ടിയാണ്. ക്യാബ് ഓടുന്നു. അതായത് വലിയ വലിയ ഹോട്ടലുകൾക്കൊക്കെ ഫ്ലീറ്റ് ഓടുന്ന വണ്ടിയാണ്. അതായത് അവനൊരു പ്രോപ്പർ ഡ്രൈവറെ അവന്മാരെ ഏൽപ്പിക്കും. ആ വണ്ടിയെ മിൻ്റായിട്ട് കൊടുക്കും. കാര്യം അവരുടെ മെയിനായിട്ട് കസ്റ്റമേഴ്സിനെ കൊണ്ടുവന്ന വണ്ടിയാണ്. അത് അങ്ങനത്തെ വണ്ടിയുണ്ട് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യും. തപ്പി കിട്ടുവാണെങ്കിൽ എടുക്കാം. പ്രോപ്പർലി മെയിൻ്റെനൻസ് മാത്രമല്ല, അത്യാവശ്യം ഇംപ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല ഒരിക്കലും. പക്ഷെ പക്ക പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല. മനസ്സിലായി. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും മോസ്റ്റ്ലി. പക്ഷേ വണ്ടി എപ്പോഴും ക്ലീൻ ആയിട്ട് വണ്ടി എപ്പോഴും കണ്ടീഷൻ. കാരണം ഗസ്റ്റുമായിട്ട് പോയിട്ട് എവിടെയെങ്കിലും പോയി എല്ലാം എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടുമെന്ന് പറയുന്നത് ഒരിക്കലും അവരെടുക്കില്ല. $5-10 രൂപ അങ്ങനത്തെ ഒരു പുസ്തകം ഈ ഇന്റർഫേസ് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ OLX നോക്കുക. ഇപ്പോൾ 2016 ഇന്നോവയ്ക്ക് ഇപ്പം അവിടെ ഒരു 12 ലക്ഷം രൂപ ചോദിക്കുകയെന്ന് വിചാരിക്കുക എക്സാമ്പിളായിട്ട്. പക്ഷേ ആ സെയിം സാധനം ഒരു മലപ്പുറം സൈഡിലോട്ട്, അതായത് ഒരു കൊച്ചിയിൽ നിന്ന് മേലോട്ടുള്ള സൈഡിലോട്ട് നമുക്കൊരു 10 രൂപയ്ക്ക് കാണിക്കുന്നുള്ളൂ സെയിം വണ്ടി. അതായത് ഡൽഹി ഞാനിപ്പോൾ 2016 ഇന്നോവ നോക്കുക, അതിന് അവിടെ അവന്മാർ ചോദിക്കുന്ന വില 10-ന് മുകളിലോട്ടാണെങ്കിൽ അതേ സെയിം മോഡൽ വണ്ടി അതേ സെയിം കിലോമീറ്റർ ഓടി എന്ന് പറഞ്ഞ വണ്ടി ഒരു 10-ന് താഴോട്ട് നമ്മുടെ ഒരു കേരളത്തിന് അതായത് ഇതിന് മുകളിലോട്ടുള്ളതിനോട് അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അപ്പോൾ ഏത് മേടിക്കണം? അതായത് അവിടുന്ന് വന്ന വണ്ടി തന്നെ ഇവിടെ വന്നിട്ട് വിലക്കുറവ്, അതായത് കേരള നമ്പർ ആകാതെ. ഫസ്റ്റ് കേസ് തുരുമ്പാടില്ല, ഏറ്റവും പ്രൈമറി ആണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ ഈ സാമാനമുള്ള നമ്മുടെ ഈ വൈനിലൊട്ടിക്കത്തില്ലേ ഫ്ലോറയില് തൊട്ടൊക്കെ അങ്ങനെ കണ്ടാൽ അപ്പം ഓടിക്കണം. പക്ഷേ 90% വണ്ടിയാണ് ചെയ്തേക്കുന്നതാ. ഫ്ലോർ മാറ്റ് ചെയ്ത വണ്ടിയാണ് 90%. എനിക്ക് പറ്റത്തില്ല, ഞാനത് ഒരിക്കലും പറഞ്ഞില്ല. ഞാൻ ഈ 90%-വും കഴിഞ്ഞ ദിവസം എൻ്റെ കസിൻ്റെ വണ്ടികളുണ്ടായാലും ഞാൻ വഴക്കുണ്ടാക്കി വളർന്നിട്ടില്ല. അപ്പം കാസനറിയാമോ, പുള്ളിയുടെ വണ്ടിയുടെ അടിവശം തുരുമ്പെടുത്ത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എവിടുന്ന വെള്ളം കയറുന്നു കണ്ടപ്പോഴത്തേക്ക് ഇത് ചുമ്മാ മാറ്റി നോക്കിയപ്പോഴാണ് തുരുമ്പ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് മാത്രം
വലിയ ഇഷ്യൂ ഇല്ലാതെ ഇതിൽ 90% വണ്ടി നമ്മൾ ഇഷ്യൂ വരുന്നിടം വരെ വെച്ചോണ്ടിരിക്കും. അത് കഴിയുമ്പോഴത്തേക്ക് അറിയുന്നില്ല. ആ ഇത് തന്നെ ഞാൻ ചോദിച്ച കാര്യം, എന്തുകൊണ്ടാണ് ഈ വിലക്കുറവ് ഇവിടെ കേരളത്തിൽ? അവിടുത്തെ വണ്ടി തന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ വില കുറയുന്നു. എനിക്ക് തോന്നുന്നു മിക്കവാറും ഈ മറ്റേ 2016 ആ ഏരിയയിലുള്ള വണ്ടികളെല്ലാം തീരാറായി, ഈ ബ്രസ്റ്റ് അടിക്കാൻ. അപ്പൊ ഇത് വില കുറച്ച് വിൽക്കുന്നതാണോ? പക്ഷെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ ഈയിടെ മനസ്സിലാക്കിയ വലിയ സത്യമുണ്ട്, എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. എന്താണോ, ഇപ്പൊ 2016 ഇന്നോവ തന്നെ വെച്ചു. നമ്മൾ ഡൽഹിയിൽ നിന്ന് പോയി കേരളത്തിലേക്ക്, ഇപ്പം ഞാൻ 2 കണ്ടീഷൻ എടുക്കാം. ഞാനിത് ഒരു മലപ്പാറ അല്ലെങ്കിൽ മലപ്പുറം ഏരിയ നിന്ന് ഞാൻ പോയി ഒരു വണ്ടി അവരുടെ ഏരിയയിൽ ഡൽഹി വണ്ടി എടുക്കുന്നു. അപ്പോൾ അവന്മാരെന്താ പറയുന്നത്, മോനെ ഇത് ഡൽഹിയിൽ ഈ വണ്ടിക്ക് നമ്മൾ 8 ലക്ഷം രൂപ അല്ലെങ്കിൽ 9 ലക്ഷം രൂപ വരെയായി, ഇതിപ്പം കേരള നമ്പർ ആക്കണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ലക്ഷം രൂപ മുടക്കി ഇവിടെ രജിസ്റ്റർ ചെയ്ത് ഇവിടുത്തെ ടാക്സ് അടച്ച്. ആക്സിഡന്റ് ആണോ? ഇത് ട്രെയിലർ ഊരിപ്പോയി, വണ്ടിയെ ആ 2 കേസ് എടുക്കാം. ഒന്നെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മലബാർ ഏരിയയിൽ ചെന്നിട്ട് ഞാൻ പറയുന്നു എനിക്ക് ഈ വണ്ടി, അപ്പോൾ അവർ പറയും ഓക്കെ 8 ലക്ഷം രൂപ പ്ലസ് നിങ്ങൾ നിങ്ങളുടെ NOC എടുത്തിട്ട് നിങ്ങളുടെ സ്റ്റേറ്റ് ഇവിടെ എന്താ RTOC പോയി നിങ്ങൾക്ക് ചെയ്യാം. അല്ലെ കേരള നമ്പർ ആക്കണമെന്നുണ്ടെങ്കിൽ 8 പ്ലസ് ഒരു 1.5 ലക്ഷം രൂപ അപ്രോക്സിമേറ്റ് 1 to 1.5 നിങ്ങൾ അടച്ച് 9 ലക്ഷം രൂപ വണ്ടി വിലയായി. ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ ഈ വണ്ടി തന്നെ അവിടെ പോയി എടുക്കുവാണെന്ന് വിചാരിച്ചു, എനിക്ക് ഈ 9 പ്ലസ് 1.5 എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്കിപ്പോൾ അവിടെ വണ്ടി 10 ആയെന്ന് വിചാരിച്ചാലും എനിക്ക് ലാഭം ഏതാണെന്നറിയാം. അവിടെ പോയി 10 വണ്ടി എടുക്കുന്ന കാര്യം ചോദിച്ചു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പലർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. 2016 വണ്ടി, ഇപ്പം ആ വണ്ടിക്ക് എന്നാ പ്രായമായി? അപ്രോക്സിമേറ്റ്ലി 2016 10 വർഷം. ആ വണ്ടി അവിടെ രജിസ്റ്റർ ചെയ്തേക്കുന്നത് എല്ലാ പ്രൈവറ്റ് വണ്ടിയും ടാക്സി എല്ലാം ഉദ്ദേശിക്കുന്ന പ്രൈവറ്റ് വണ്ടി 15 വർഷത്തെ റോഡ് ടാക്സ് അടച്ചേക്കുന്നതാണ്. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് എന്നാ ചെയ്യും, നമ്മുടെ വണ്ടി വരും NOC എടുക്കും. NOC എടുക്കണമല്ലോ, കേരളത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ വണ്ടി ഏതാണോ ആ സ്റ്റേറ്റ് അവിടുന്ന് NOC എടുക്കണം. NOC എടുക്കുമ്പം വേറൊരു കാര്യം നടക്കുന്നുണ്ട്, ഈ വണ്ടിയുടെ വില കൂടുന്തോറും അത് പ്രോഫിറ്റായി വരുന്നുണ്ട്. അതാണ് ഞാൻ പലപ്പോഴും ആലോചിച്ചു, വണ്ടി കച്ചവടം അതർ സ്റ്റേറ്റ് വണ്ടി എല്ലാവരും ചെയ്യുന്നതിൻ്റെ കാര്യം, അത് എണ്ണ കൂടി വരുന്നു. ഇവരുടെ മാർജിൻ എന്താണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2016 വണ്ടി 10 കൊല്ലം 5 കൊല്ലം കൂടെ ആ വണ്ടിയോട് ഓണാണുള്ളതല്ലേ, ആ ടാക്സ് നമുക്ക് NOC എടുത്ത് ചെയ്യുമ്പോൾ അപേക്ഷ കൊടുക്കാം. ആ 5 കൊല്ലത്തെ റോഡ് ടാക്സ് നമുക്ക് തിരിച്ചു കിട്ടും. അതിൻ്റെ അകത്ത് ചെറിയൊരു കുറവ് വരുള്ളൂ, സീരിയസ്ലി. അപ്പോൾ എന്താ ഈ റോഡ് ടാക്സ് പറയുമ്പോൾ നമ്മൾ നിസ്സാര ഒരു തുകയല്ല. അതായത് ഇപ്പം ഞാൻ പറയുവാണ്, ആക്ച്വലി ഒരു MVD പറഞ്ഞതാണ്, ഒരു മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഇൻസ്പെക്ടർ, പുള്ളിയോട് ഞാൻ സംസാരിച്ചു. പുള്ളിയോട് പറഞ്ഞത് ഇങ്ങനെ ഓപ്ഷൻ ഉണ്ടോ, ഇത് പലർക്കും അറിയത്തില്ല. അപ്പം അത് വരുമ്പോൾ തന്നെ നീ ഒരു S-Class ഒക്കെ ആണെന്ന് ആലോചിച്ച് നോക്കി, അവന് 7 ലക്ഷം രൂപ S-Class കിട്ടിയെങ്കിൽ ആ ടാക്സേഷൻ വരുമ്പോൾ അവന് 7 റിട്ടേൺ കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി ഫ്രീ ആ. ഇത് പലരും അറിയുന്നില്ല. അല്ല ഇത് നിങ്ങൾ തിരക്കിക്കോ, ഞാൻ പറയുന്നത് അടാ ഇത് നല്ലൊരു സമയം കുറവ് വരുന്നുണ്ട്. ഇതിപ്പോൾ കേരളത്തിലൊരു വണ്ടി ഞാൻ പറയുക, ഉദാഹരണത്തിന് 12 ലക്ഷം രൂപ വണ്ടി എടുത്തു. അതായത് ഞാൻ ഡൽഹിയിൽ പോയി 12 ലക്ഷം രൂപയ്ക്ക് കേരളത്തിലോട്ട് വണ്ടി കൊണ്ട് ഞാൻ വന്നു, NOC മേടിച്ചുകൊണ്ട് വന്നു. 12 ലക്ഷം രൂപ കേരളത്തിലോട്ട് ഈ വണ്ടി. അപ്പം ഇപ്പോൾ കേരളത്തിൽ ഞാൻ ഈ വണ്ടി എന്ത് ചെയ്യണം, എൻ്റെ RTOC കൊണ്ടുവന്നിട്ട് ടാക്സ് അടക്കണമല്ലോ. ഇവർ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെ അറിയാവും, അന്നത്തെ ആ വണ്ടിയുടെ എക്സ്ഷോറൂം വില. അന്ന് ആ വണ്ടി ഇറങ്ങിയപ്പോഴത്തെ എക്സ്ഷോറൂം വില എത്രയാണ്? ഇപ്പോൾ 12 ലക്ഷം എന്ന് കഴിക്കും. 12 ലക്ഷം ഇവിടുത്തെ റോഡ് ടാക്സ് എത്രയാണോ അതിന് ഓൾമോസ്റ്റ് ഒരു 15% കൂട്ടിക്കും. അപ്പോൾ എത്രയായി? അല്ല, ഈ സമയത്ത് നമ്മൾ കേരളത്തിൽ എപ്പോൾ ചെയ്യുന്നു അറ്റ് പ്രസന്റ് റോഡ് ടാക്സ് ആണ്. അതെന്താണോ ആ സമയത്തെ ആ റോഡ് ടാക്സ്. ഇതിനകത്ത് ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. പുത്തൻവണ്ടിയുടെ റോഡ് ടാക്സ് ഈ പറഞ്ഞ അന്നത്തെ വിലയും ഇന്നത്തെ റോഡ് ടാക്സ് മാത്രമല്ല, ഈ 10 വർഷം കണക്കാക്കിയ ഡിപ്രിസിയേഷൻ വാല്യൂ ഉണ്ട് ഓരോ വണ്ടിക്കും. അതായത് ഇപ്പോൾ ആ വണ്ടി 12 ലക്ഷം രൂപയ്ക്ക് ഒരു 15% ടാക്സ് കൂട്ടിയാൽ 1,80,000 രൂപ ആകുന്നുണ്ടെങ്കിൽ ഈ വണ്ടിക്ക് അവർ വേറൊരു കാര്യം ചെയ്യും, ഒരു 60% ഡിപ്രിസിയേഷൻ ആവറേജാണ്. അത് ആ വണ്ടിയുടെ മോഡൽ അനുസരിച്ചിരിക്കും. ഒരു 60% ഡിപ്രിസിയേഷൻ കണക്കാക്കും. എന്നിട്ട് നമ്മൾ എന്താ ബാക്കിയുള്ള, അതായത് 10 കൊല്ലമാണെന്നുണ്ടെങ്കിൽ ഒരു വണ്ടിക്ക് 15 കൊല്ലത്തെ ടാക്സ് ആണ് നമ്മുടെ സർക്കാർ കൊടുക്കുന്നത്. അപ്പം 10 വർഷം പഴയ വണ്ടി ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത 5 കൊല്ലത്തേക്കുള്ള ടാക്സ് അടയ്ക്കുക, അടച്ചല്ലോ. അപ്പോൾ ഈ 5 കൊല്ലത്തെ ടാക്സ് നമ്മൾ ഓൾറെഡി അവിടെ അടച്ചതാണ്. ആ 5 വർഷം നമുക്ക് റീഫണ്ട് മേടിക്കാം. അത് ഈ പലതും നമ്മൾ ആൾക്കാരല്ലല്ലോ ചെയ്യുന്നത്, അത് ഇന്നേരാ
അവിടുത്തെ ഡീലർമാർ ഏജന്റുമാരാണ്. ഏജന്റുമാർ. അപ്പൊ ഇവിടുത്തെ ഡീലർമാരുടെ മാർജിൻ എന്ന് പറയുമ്പോൾ അതൊരു 1.5 ലക്ഷം രൂപ മാർജിൻ വരും എങ്ങനെ കളിച്ചാലും. 75 to above എന്തായാലും അത് തന്നെ അവർക്ക് കട്ട് വരുന്നുണ്ട്. ഈ പൈസ ഇപ്പൊ ഞാൻ മലപ്പുറത്ത് വണ്ടി മേടിക്കുക, ആ പൈസ എനിക്ക് കുറച്ച് വരുന്നില്ല. അത് തന്നെ ഇവന്മാരുടെ മാർജിനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊരു ഞാനത് ഓർത്തിട്ടുള്ളൊരു കേസ്. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്ന് വീണ്ടും രജിസ്റ്റർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള ഇയറിനാണല്ലോ നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഓൾറെഡി ഈ പേയ്മെന്റ് അവിടെ 10 വർഷത്തേക്കാണെങ്കിൽ ടാക്സി അല്ല, മറ്റേ പ്രൈവറ്റ് വണ്ടിയാണ് 15 വർഷത്തേക്കാണല്ലോ അടച്ചു വെച്ച് വന്നിട്ട് വീണ്ടും ഇവിടെ വന്നിട്ട് ഈ ബാലൻസ് ഉള്ള വർഷത്തിന് ഞാൻ ടാക്സ് കൊടുത്ത് റീഫണ്ട് കിട്ടും. പക്ഷെ റീഫണ്ടിന്റെ കേസ് എനിക്കറിയില്ല. അത് പലർക്കും അറിയത്തില്ല. അതാണ് ഈ ഡീലർമാരുടെ മാർജിൻ. ഇത് നമ്മൾ അവിടെ ചെന്ന് മേടിക്കാതിരിക്കാനുള്ളതാണ്. ഇവന്മാർ അങ്ങോട്ട് പോകല് ഉടായിപ്പാണ് എന്ന് പറയുമ്പോൾ ഈ ആലോചിച്ച് നോക്കി, 10 ലക്ഷം രൂപയ്ക്ക് അവിടെ പോയി വണ്ടി മേടിച്ചെന്ന് പറഞ്ഞാലും അവിടുത്തെ ഒരു 5 കൊല്ലത്തെ ടാക്സ് നമ്മൾ കണക്കാക്കുക. കേരളത്തിൽ അത്ര ടാക്സ് ഡൽഹി പോലത്തെ NCR സ്ഥലങ്ങളിൽ ഇല്ല. എടാ ഞാൻ പറഞ്ഞു, ഇത് വ്യക്തമാണോ അല്ലയോ നിങ്ങൾ തിരക്ക്. എനിക്ക് കിട്ടിയ സോഴ്സിൽ നിന്ന് എനിക്ക് ജെന്യുവിനാന്ന് തോന്നിയതാണ് ഞാൻ പറയുന്നത്. ഇത് 100% ഫാക്റ്റ് എന്നല്ല, തിരക്കാമല്ലോ. ഓരോരുത്തർക്കും അവരുടേതായ സോഴ്സ് ഉണ്ട്, ഫോണുണ്ട്. നമ്മൾ കാര്യം പറഞ്ഞു, ഞാൻ അറിഞ്ഞിടത്തോളം ജെന്യുവിനായിട്ട് കാര്യം. ഇത് ഒരു ഭയങ്കര മാർജിനാണ്. ഒരു വണ്ടിക്ക് 1.5 ലക്ഷം രൂപ അവരെ കിട്ടിയ വിലയ്ക്ക് വിറ്റാലും ആ റീഫണ്ട് അവരെ കിട്ടും. ഇതാരും ചോദിക്കുന്നില്ല. ചേട്ടാ 5 കൊല്ലത്ത് ഞാൻ 5 കൊല്ലത്ത് ടാക്സ് അടയ്ക്കാൻ പോവാ, അവിടെ നിന്ന് കിട്ടിയ റീഫണ്ട് ചെയ്യുന്ന കാര്യം ഒരു മലബാറിൽ ചെന്ന് ഒരുത്തരം പോയി ഇതൊരു ഭയങ്കര മാർജിനാണ്. നമ്മളിത് ഇന്നോവയുടെ കേസ് മാത്രം പറഞ്ഞപ്പോൾ തന്നെ, അതായത് ഇപ്പോൾ ഇന്നോവ 12 ലക്ഷം രൂപ ഞാൻ പറഞ്ഞല്ലോ, അതിന് ടാക്സ് ആണ് 1.80. ഇത് തന്നെ അവിടുത്തെ അല്ലേ നമ്മൾ പറഞ്ഞേ. അതായത് അവിടെ എന്ന് പറയുമ്പം ഈ 15% ഇല്ല ഡൽഹി പോലത്തെ. അതുകൊണ്ടാണല്ലോ ഈ പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ആഡംബര വണ്ടികൾ കൂടുന്നതിൻ്റെ കാര്യം. ടാക്സ് കുറവാണ്. ഡൽഹി പോലത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ടാക്സ് കുറവാണ്, കള്ളിന് വിലക്കുറവ് കൊണ്ടാണല്ലോ. അപ്പം അവിടെ ഈ 1.80 വരുന്നില്ല. അപ്പം അതിൻ്റെ ഒരു കുറവ് വരുന്നുണ്ട്. സ്റ്റിൽ അവിടെ നിന്ന് ഒരു S ക്ലാസ്സാണ് മേടിക്കുന്നതെങ്കിലോ അതിൻ്റെ റോഡ് ടാക്സ്, ഇന്നോവ പോലത്തെ ഒരു വണ്ടിക്ക് നമ്മുടെ കേരളത്തിലെ റോഡ് ടാക്സ് 15 കൊല്ലം അടയ്ക്കുന്ന ഓൾമോസ്റ്റ് ഒരു 2.5 to 3 ലക്ഷം രൂപയാണ് ഒരു ഇന്നോവ പോലത്തെ 20 to 25 ലക്ഷം രൂപ വണ്ടിക്ക്. ഇത് തന്നെ അവിടെ പോയി പ്രീമിയം വണ്ടി ഒരു 50 ലക്ഷം 60 ലക്ഷം രൂപയുടെ വണ്ടി റോഡ് ടാക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈസിലി 5 to 6 ലക്ഷം രൂപയാണ്. അതിൻ്റെ ഒരു 10 കൊല്ലം പഴയ വണ്ടി 5 കൊല്ലത്തെന്ന് പറയുമ്പോൾ അത് തന്നെ ഒരു 3-4 ലക്ഷം രൂപ നമുക്ക് ചുമ്മാ കിട്ടും. 10 ലക്ഷം രൂപയുടെ വണ്ടി മേടിച്ചെന്ന് പറഞ്ഞാലും ഓക്കെ. അതുകൊണ്ട് അപ്പം നമ്മൾ കേരളത്തിൽ ചെയ്യുമ്പോൾ ആ ടാക്സ് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോഴും മറ്റേ നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താ, ആ 10 കൊടുത്ത് മേടിച്ചു, പിന്നെ അതിൻ്റെ റോഡ് ടാക്സ്. പക്ഷേ അതൊരു ഭയങ്കര ലാഭമാണ്. ഇത് പലരും അറിയുന്നില്ല. ഇവരറിയാത്തതാണോ അറിയിക്കാത്തതാണോ ഞാൻ അറിഞ്ഞ പിന്നെ ഞെട്ടിപ്പോയി. അപ്പോൾ എന്തുകൊണ്ടും ബെറ്റർ എന്താ, അവിടെ പോയി മേടിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ സംഭവം NOC മേടിക്കാൻ ഒരു ഡിലേ കാണും, അതിനുവേണ്ടി ട്രാവൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാണും. അതുകൊണ്ടാണ് ഇവന്മാർ ഈ വണ്ടി വിൽക്കാന്ന് അറിയുമ്പോൾ ഓടി ചെന്നി മേടിച്ചോണ്ടിരുന്നതിന്റെ കാര്യം. അവിടെ ഉള്ള ഏജന്റുമാരാണ് എവിടെയെങ്കിലും വണ്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ ആദ്യം കാണിക്കും. ഇത് ശരിക്കും പറഞ്ഞ ആരും ഇന്നേ വരെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല അതൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞത്, ഇത് ഡൽഹി വണ്ടി മേടിക്കാൻ പോകുന്ന ഈ വീഡിയോ കണ്ടാൽ അവന്മാരുടെ ലക്കെന്ന് ഞാൻ പറയും. എന്നിട്ട് തിരക്ക് മേടിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഇപ്പം നമ്മളിപ്പോൾ പണ്ട് കണക്ക് കൂട്ടുമായിരുന്നു. ഇവിടെ നമ്മൾ ഡൽഹി വണ്ടി മേടിക്കാൻ പോകുന്നു, ഇവിടുന്ന് ഫ്ലൈറ്റിന് അങ്ങോട്ട് പോയി തിരിച്ച് നമ്മൾ ഓടിച്ചു വരുന്നു, അതിലും വില കുറച്ച് ഇവിടെ വണ്ടി കിട്ടും, പിന്നെ തലയ്ക്ക് ഓളമാണോ. പക്ഷേ ഇതൊന്ന് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പോയി വന്ന് വേണേ ഒന്നുകൂടെ പോയാലും നിനക്ക് ആ മാർജിൻ കയ്യിലുണ്ട്. അതിന് പിന്നെ അവരുടെ കണ്ടീഷൻ അറിഞ്ഞ് മേടിക്കാം. ഇവിടെ വന്നു കഴിയുമ്പോൾ ഒന്ന് പെയിൻറ്റ് കുത്തി കയറിയിട്ടാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. ഞാൻ ഈ ഒരിക്കൽ ഞാൻ ഈ കുറ്റിപ്പുറം കഴിഞ്ഞിട്ട് നമ്മുടെ വളാഞ്ചേരി ആ ഭാഗത്തേക്ക് ഒരിക്കലും ഒരു അമ്പലത്തിലോട്ട് ഇങ്ങനെ ടൂർ പോയതാണ് ഫാമിലിയായിട്ട്. ഹൈവേയുടെ സൈഡിൽ ഞാൻ നോക്കുമ്പോൾ ഇന്നോവ ഇങ്ങനെ കിടക്കുന്നു, അതിൽ ലൈറ്റൊന്നും ഇല്ലാതെ. അപ്പം ഇത്രയും വണ്ടി ഇടി കിട്ടും. പിന്നെ മനസ്സിലായത് ഒരു റീവണ്ടിയുടെ ഇതാണ്. ഇങ്ങനെ അവിടെ റോഡ് പണി നടക്കുന്നുണ്ട്, അവരുടെ യാർഡിന് അവിടെ ചില പൊളിച്ചു. അപ്പോൾ ഈ വണ്ടി ഒതുക്കാൻ വേണ്ടി പുറത്തേക്ക് കൊണ്ട് ഇട്ടേക്കുക. ഇതെല്ലാം ഈ ഹെഡ്ലൈറ്റ് ഒക്കെ ഊരി ഈ ഇടിച്ച വണ്ടി പണിയത്തില്ലേ, അങ്ങനെ ഒരു 5-8 വണ്ടി ഇങ്ങനെ ലൈറ്റ് ഇല്ല ബമ്പറില്ലാതെ കിടന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതെല്ലാം വന്ന റീവണ്ടികളാണ്. അതാണ് ഈ കണ്ടെയ്നറെ കൊണ്ടുവന്നാത്ത ഗുണം. അതാ ഓടാതിരിക്കുമോ യാർഡിലെത്തും. മറ്റേതെന്ന് പറയുമ്പോൾ അവിടെ പോയി ഡ്രൈവ് എടുത്ത് വരുമ്പോൾ വണ്ടിയുടെ കണ്ടീഷൻ അറിയാം. ഓക്കെ, ഓക്കെ. ഫ്രണ്ടിന് ഒരു വണ്ടി മേടിക്കാൻ വേണ്ടി നമ്മൾ നാട് മൊത്തം നടന്നു.
അപ്പോൾ കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ എല്ലായിടത്തും എവിടെ കയറി ഞാനൊരു ഇന്നോവ കയറി അത് കയറിയിട്ടുണ്ട് ആ ഗ്ലൗ ബോക്സ് തുറന്നിട്ടുണ്ട് അത് ഊരിയിട്ട് കയ്യിൽ ഉണ്ട്. ഏത് വണ്ടിയുടെ ചുമ്മാ തുറക്കുമ്പോഴേ സാധനം 15 വണ്ടി എങ്ങാണ്ട് പോയി കണ്ടത്. ഈ 15 വണ്ടിയുടെ ഈ സാധനം തുറക്കട്ടെ അതിന് കാര്യം എനിക്ക് തോന്നുന്നു ഈ വെച്ച് എടാ അതെന്നാ പറയോ, ഈ സാധനത്തിൻ്റെ ഗ്ലൗ ബോക്സ് ആയിരിക്കും ചിലപ്പോൾ തിരിച്ചു വെച്ചേക്കുന്നത്. അതായത് ഈ സാധനം എല്ലാം വരുമ്പോഴേ പെയിന്റ് കുത്തി കയറുമല്ലോ. അങ്ങനെ എങ്ങനെ വരുന്നത്? എങ്ങനെയാണ് അങ്ങനെ ഒരു സാധനം മാത്രം ഈ ഡാമേജ് ആകുന്നത്? വേറെ ഒരു ഡാമേജ് കണ്ടുപിടിക്കും. കോമൺ ആയിട്ട് ഒരു ഡാമേജ് കാണാറില്ല. ഇതുപോലെ ഏത് വണ്ടിയുടെ ഗ്ലോ ബോക്സ് തുറന്നാലും ആ സാധനം കയ്യിൽ അത് ഒടിഞ്ഞ് കയ്യിലിരിക്കുന്നില്ല. പിന്നെ രണ്ടാമത് കയറ്റി മറ്റേ പിടിച്ച് കിട്ടണം. ശരിയാ, അത് എല്ലാ റെയിൽ വണ്ടിക്കും ഉള്ളതാണ്. ഇനി ഡാഷ്ബോർഡ് ഓടുമ്പോൾ ഒരു പ്രശ്നം അറിയത്തില്ല. ഇനി ഞാൻ സംശയമുണ്ട്, കേരളത്തിൽ കൊണ്ടുവന്നിട്ട് പണിയുന്ന ഡാഷ്ബോർഡ് ഓടുന്നതിനിടയ്ക്ക് വല്ലോ അതിൻ്റെ ചെറിയ ലോക്ക് ഒന്നും വേണമെന്നല്ലേ? ഓടിക്കുന്നു അങ്ങനത്തെ നല്ല ഇങ്ങനെ ഒരു സാധനം തന്നെ എല്ലാ വണ്ടിയിലും കോമൺ ആയിട്ട് പ്രശ്നം. അതെനിക്ക് തോന്നുന്നു നമ്മൾ നോക്കി 2012 മുതൽ 16 മുതൽ എല്ലാ വണ്ടിയും നോക്കി, എല്ലാത്തിനും വിഷയം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ എല്ലാത്തിനും കണ്ടൊരു പ്രശ്നമല്ല, സൈഡിൽ വേറെ കുഞ്ഞ് ഹോണുണ്ട്, മറ്റേ റെഡ് കളറിലുള്ള സാധനം. ഒട്ടുമിക്ക എല്ലാ വണ്ടിക്കും ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റിയറിംഗിലെ ഹോണല്ലാതെ സൈഡിൽ പ്രസ് ചെയ്യും, എക്സ്ട്രാ വെക്കുന്ന അവന്മാർ, അത് ഞാൻ കണ്ടിരുന്നു. പക്ഷേ ഈ രണ്ട് വർക്ക് ചെയ്യും. സാധാരണ നമ്മൾ വെക്കുന്നത് ഇത് പോകുമ്പോഴാണല്ലോ അത് വെക്കുന്നത്. ഞാൻ ഇലക്ട്രിക്കൽ എല്ലാം വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? അത് വലിയ ദുരിതമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും ഒരു 19 രൂപ കൂടുതലാണെങ്കിൽ എടാ വേറൊരു കാര്യമുണ്ട്. കാരണം അത് ഈ സാധനങ്ങളൊക്കെ സഹിച്ചെടുത്ത് വെച്ച് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് പണിയാൻ കയറ്റുമ്പോഴായിരിക്കും അതിൻ്റെ അതില്ല ഇതില്ല അവിടെ ഓടിക്കുന്നു ഇവിടെ ഓടിക്കുന്നു. വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഓർഡറിലെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പുള്ളി ഏറെക്കുറെ സത്യം പറയും. എടാ അവിടെ തട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഫ്രണ്ട് ഗ്ലാസും ബാക്ക് ഗ്ലാസും മാത്രം റീപ്ലേസ്. അതെനിക്ക് മനസ്സിലാകാത്ത ലോജിക്കാ. ഫ്രണ്ട് ഗ്ലാസിൻ്റെ അറിയാമല്ലോ, ഇന്നവിടെ എല്ലാം ഫ്രണ്ട് ഗ്ലാസ് പൊട്ടും. അത് ഉള്ള ആ മാജിക്ക, അത് പോട്ടെ, അവിടെയുള്ള എല്ലാ വണ്ടിക്കും പൊട്ടും. പക്ഷേ ഈ മറ്റേ റിയർ വിൻഡോ പൊട്ടുന്നതിൻ്റെ അതെനിക്ക് മനസ്സിലായിട്ടില്ല. വേറെ ഒരപാകത ഇല്ലാത്ത നല്ല വണ്ടി. പിന്നെ സീലൻ്റ് എന്ന് പറഞ്ഞ ഇവന്മാർ മറ്റേ രണ്ടാമത് ഈ സാധനം മറ്റേ പെയിൻറ്റും കൊണ്ട് അടിച്ചു വെക്കുന്ന ടീമുകളുണ്ട്. അതായത് കുട്ടി പിടിക്കും, ഈർക്കിലി കൊണ്ട് വരച്ച് വെക്കും. കണ്ടോ, പെയിൻറ്റിങ് പോലും മാറത്ത് കഴി കഴിഞ്ഞപ്പോൾ തെളിഞ്ഞു വന്നതെന്ന് പറയും. ഓവർ വൃത്തിയുള്ള വണ്ടി നോക്കിയാൽ മൊത്തം കുത്ത പെയിൻ്റ് അടിച്ച് മൊത്തം കുട്ടിയാൻ നടത്താം. എങ്ങനെ പോയാലും ഡൽഹി കിടന്നു പോകുന്നതാണ് തട്ടുമുട്ടും ഉണ്ടാവും. തട്ടുമുട്ടും അല്ലല്ലോ നമ്മുടെ വിഷയം. കൺജസ്റ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. എടാ നമ്മുടെ എല്ലാവരുടെയും വിഷയം മൈനർ ആക്സിഡൻ്റ് അല്ല, മേജറാണ് എല്ലാവരുടെയും ഇഷ്യൂ. മാത്രമല്ല എനിക്ക് ചെന്ന് കാണുന്നൊരു വണ്ടി ചെറിയ പോറലുണ്ട്, എനിക്ക് അത്ര ഹാപ്പിയാണ്. ഓക്കെ, അറിയാം ഒറ്റ പെയിൻ്റാണ്, അത് മാത്രമേ പോറലുള്ളൂ, അത് കണ്ടെടുക്കാം. മറ്റേ നീ ഒരു പോറലും ഇല്ലാത്ത വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കാണ് ഇത് ഏത് ഭാഗമാണ് കുട്ടിയെന്ന് അറിയാൻ മേലാതെ. ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ഡൽഹിയിൽ പോയി വണ്ടി എടുക്കുന്ന എനിക്ക് പറയാനുള്ള കാര്യം, ഡൽഹിയിൽ എവിടെ വേണമെങ്കിലും പോയി എടുക്കുക. നിങ്ങൾ നേരിട്ട് പോയി ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചിട്ട് അവിടെ പോയി എടുക്കുന്നതാണെങ്കിൽ ഡീലർ എടുത്ത് എടുക്കുന്നതിൽ ഞാൻ നോക്കിയിട്ട് എന്തുകൊണ്ടും ബെറ്റർ. പിന്നെ ഏക പ്രശ്നമുള്ളൂ ലോൺ കിട്ടുമെന്നുള്ളത്. അതായത് ഇപ്പം റെഡി ക്യാഷ് വെച്ച് പോകുന്നവർക്ക് പറ്റും. ലോൺ കിട്ടണമെങ്കിൽ എനിക്ക് തോന്നുന്നു കേരള നമ്പർ ആയി കഴിഞ്ഞാൽ മാത്രം കണ്ടേ വണ്ടിക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പം പിന്നെ അറിയാമല്ലോ സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് മറ്റിനേക്കാളും ഇൻട്രസ്റ്റ് കൂടുതലാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുതലാണ്. ഇന്ന് ആലോചിക്കും ഒരു എസ് ക്ലാസ് ഒക്കെ അവിടെ പോയി എടുത്താത്ത അവസ്ഥ. ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഈ ആഡംബര വണ്ടി നമ്മൾ പറഞ്ഞ കറക്റ്റ് എസ് ക്ലാസ് വീണ്ടും ഒക്കെ നല്ലപോലെ വരുന്നുണ്ട്. ഇതാരും ഇവിടെ അധികം മേടിക്കുന്നുമില്ല. മേടിക്കണം, ഒരു സാധനം പോയാൽ മതി. ഇത് മേടിക്കാനുള്ള ഒരു 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ പോട്ടെ 15 ലക്ഷം രൂപ എടുത്ത് വെച്ചു മേടിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ഒരു ബാഗ് പോയി കഴിഞ്ഞാൽ, സസ്പെൻഷൻ്റെ ഒരു ബാഗ് പോയി കഴിഞ്ഞാൽ സാധനം മാറും. ചിലർ ബാഗ് മാത്രമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ബാഗ് പോകാന്ന് പറയുന്നത് തന്നെ ഒന്നെങ്കിൽ വണ്ടി എവിടെയെങ്കിലും നല്ലപോലെ കിടക്കണം. മനസ്സിലായി. കുറേ കാലം സ്റ്റേഷനിലായിട്ട് കിടന്നു കഴിഞ്ഞാൽ ഒന്ന് ഡാമേജ് ആവും, നാച്ചുറൽ ഡാമേജ് ആവും. അല്ലാതെ എല്ലാം എന്നാ പറയുന്നത് ഈ ബാഗിൻ ഡാമേജ് ആകുന്നതെന്ന് പറഞ്ഞാൽ ചില സമയമെടുക്കും. അതുപോലെ യൂസ് ഉണ്ട്. അങ്ങനത്തെ കേസുകളൊക്കെ സംഭവിക്കും ബാഗിൻ ഡാമേജ് ആവും. പിന്നെ ഒരു കേസ് ഓർത്തോണം, ഈ എക്സ്പ്രസ് അങ്ങനത്തെ ഹൈ-എൻഡ് വണ്ടിയുടെ ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടി അതുപോലെ ടെക്നോളജിയാണ് 10 കൊല്ലം മുമ്പത്തെ. സെൻസർ ഏത് സെൻസറാണെങ്കിലും അടുത്താലാണ് ആദ്യം അതിൻ്റെ സാധനം അതിൻ്റെ ഫൈബർ നെറ്റ് പോയത്.
ഏത് ടെക്നോളജി ആണെങ്കിലും അതാണ് ആദ്യം കൊണ്ടുവരുന്നത് ഓൾമോസ്റ്റ്. അടുത്ത വന്നിട്ടാണ് അത് ഫിൽട്ടർ ഡൗൺ ചെയ്തതാണ് പിന്നീട് വരുന്നത്. നേരത്തെ ഈ പ്രോഗ്രഷൻ കറക്റ്റായിരുന്നു. കാരണം അടുത്തേ വന്നു ഒരു 3-4 കൊല്ലം കഴിയുമ്പോഴത്തേക്കും ഫിൽട്ടർ ഡൗൺ ചെയ്ത് ഇത്തരോട്ട് വരും. നമ്മൾ മേടിക്കുന്നുണ്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ അടുത്തർ ഉണ്ടാകുന്ന പോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജിയാണ് ഇത്തരോട്ട് വരുന്നത്. ഈ അഡാസൊക്കെ വന്നു. ശരി, ഒട്ടുമിക്ക എല്ലാ വണ്ടിയിലും അല്ലെങ്കിൽ പഴയ W124 അല്ലെ 220 നമ്മൾ W220 എന്താണ് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അവിടെ 10 ഇവന്മാർക്ക് ഈ സാധനം അവിടെ റൂളുണ്ട്. ഡീസലിന് വേണ്ടി 10 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റത്തില്ല, ഫ്യൂല് കിട്ടത്തില്ല. ഓക്കെ 15 കൊല്ലം ഓക്കെ ആയില്ല, എന്നാൽ പോലും അന്ന് വന്നിട്ട് മാറി പെട്രോൾ വണ്ടി 15. അപ്പോൾ ഇവന്മാർക്ക് ഈ സാധനം 10 കൊല്ലം കഴിയുമ്പോൾ വിറ്റല്ലേ പറ്റുള്ളൂ. അന്ന് മേടിച്ചത് മറ്റേ ട്രെയിൻ. അല്ല, അത് വേറൊരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനത്തെ ഒരു റോഡ് വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ആൾക്കാർ ഈ ചെറിയ വണ്ടി മേടിക്കും കൂടുതലായിട്ട്. ചെറിയ വണ്ടി മേടിക്കാൻ തുടങ്ങുമ്പോൾ ഇലക്ട്രിക് വണ്ടി മേടിക്കാൻ അല്ലേ? അവർ ചിന്തിക്കുന്നത് 2 വണ്ടി വരും. അതായത് ഒരു ചെറിയ വണ്ടി ഇലക്ട്രിക് ഈ ചെറിയ പരിപാടികൾക്കൊക്കെ കിട്ടും. അങ്ങോട്ട് തല പോകുന്നത്. അതോ എനിക്ക് തോന്നുന്നു വേറെ ഇഷ്യൂ എന്ന് വെച്ചാൽ അതോ ഇനി എല്ലാവരും പയ്യെ ക്യാബിലോട്ട് മാറത്തേ ഉള്ളൂ. ഓല ഊബർ പോലെ ആയപ്പോൾ ഇനി വണ്ടിയുടെ യൂസ് ഇല്ല എന്ന് പറഞ്ഞു. നീ ബാംഗ്ലൂർ ഉണ്ടായിരുന്നില്ലേ, അറിയാമല്ലോ ഫ്ലാറ്റിൽ ആ വണ്ടി എത്ര നാൾ അവിടെ കിടക്കുന്നുള്ളത്. വീക്കെൻഡിൽ ഒരു പ്രാവശ്യം എൻ്റെ വണ്ടി പുറത്തിറക്കും. അതായത് വർക്ക് ചെയ്തൊരാണെന്നുണ്ടെങ്കിൽ എല്ലാ സൺഡേ മാത്രമാണ്. എല്ലാ ദിവസവും അത് ക്യാബ് വിളിച്ചാൽ പോകും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓഫീസ് ക്യാബ് കാണും, അല്ലെങ്കിൽ മറ്റേ ഈ കാർപൂൾ പോലെ ഇവർ ചേഞ്ച് ചെയ്ത് വണ്ടി പോകും. അപ്പോഴും ആഴ്ച ഒന്ന് ഇവർക്ക് വണ്ടിക്ക് ഡ്രൈവ് വരുന്നു. അങ്ങനത്തെ സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നല്ല സൈസ് ഉണ്ട് എനിക്ക് നോക്കിയിരിക്കുക. എന്നിട്ട് നാട്ടിലേക്ക് വരിക അത് ഒരു 2.5 ലിറ്റർ അല്ലെങ്കിൽ 3 ലിറ്റർ അങ്ങനത്തെ വണ്ടി. ഒരു സാധനം നോക്കി യൂറോ ട്രക്കിനും മിനിക്കും എന്തോ വിഷയമുണ്ട്. അങ്ങനെയായിരിക്കും അത് ചെയ്തിരിക്കുന്നത്. കോൺട്രാക്ട് വിഷയമാണ്. ഏത് രാജ്യത്ത് നിന്നാലും മിനി കൂപ്പറാണ്. നീ പറയുന്നത് ഏറ്റവും പവർ കൂടിയിട്ട് എന്തിനും കോടിയാക്കി എടുത്തിട്ട് ഏതായാലും ആഴ്ചയിലൊന്നോ അല്ലെങ്കിൽ മാസത്തിലൊന്നോ അല്ലെങ്കിൽ പുറത്തിറങ്ങും. എന്നിട്ടൊക്കെ പൊട്ടിക്കുക ഹൈവേ കിട്ടുന്നു. ഒറ്റ വണ്ടി ഉപയോഗിക്കാൻ പറ്റും. നല്ല വണ്ടി മേടിച്ചു പോയി. പിന്നെ വേറൊരു കാര്യമുണ്ടോ, ഞാൻ പിന്നെ ആലോചിച്ചിട്ടുണ്ട്. ഈ 10 കൊല്ലം 5 കൊല്ലമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താ, മിന്നിലായിട്ട് അപ്പം നമ്മൾ കണ്ടുകൊള്ളുന്നത് എന്താ, നമ്മുടെ കാരണവന്മാരൊക്കെ വണ്ടി പൊന്നുകൊണ്ട് സൂക്ഷിച്ച് അവരെ പയ്യെ ഇങ്ങനെ പോരിച്ച കൈമാറി എന്തായാലും അത് പറ്റത്തില്ല. ഇല്ല, അല്ല കൈമാറണമെന്നുണ്ടെങ്കിൽ പോലും ഈ നിയമമൊക്കെ വന്നു. ഇനി നമ്മൾ മറ്റേ ഈ RPM ഒക്കെ 2000 താഴെ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചിട്ട് എൻ്റെ ഞാൻ മറ്റേ സർവീസിന് മുമ്പ് ഞാൻ മറ്റേ RPM ഫുള്ള് കയറ്റി RPM റിബാൻ അടിച്ചിട്ട് ഞാൻ സമാധാനപ്പെടാറുള്ളൂ. അത് വിട്. അതുകൊണ്ട് എല്ലാ വണ്ടി ഞാൻ എൻ്റെ സ്പീഡോമീറ്റർ എൻ്റെ RPM ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അല്ല അങ്ങനെ യൂസ് ചെയ്യാത്ത പൊന്നുപോലെ കൊണ്ടു നടന്നിട്ട് മിൻറ്റായിട്ട് അടുത്തൊരാൾക്ക് കൈമാറാൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പോൾ കാര്യത്തിൽ ഇതിൻ്റെ അർത്ഥമില്ലല്ലോ. എടുത്ത വണ്ടി വൃത്തിയായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. ഓടിച്ച് മുതലാക്കാന്ന് പറഞ്ഞാൽ അല്ല വേറൊന്നും എന്ത് ചെയ്യാനില്ല. നല്ലൊരു സാധനം നമുക്ക് ഏതായാലും ഫുൾ പേയ്മെന്റ് ഇട്ടത് എൻ്റെ അറിവിൽ അങ്ങനെ എടുക്കുന്നവർ ഭയങ്കര കുറവാണ്. ഫുൾ പേയ്മെന്റ് ഇട്ട് വണ്ടി എല്ലാവരും തന്നെ മാത്രമല്ലടാ ഈ ഫുൾ പേയ്മെന്റ് ഇടുന്നവരെന്ന് പറയുന്നത് എല്ലാവരും നല്ലൊരു ടാക്സ് ഒക്കെ അടച്ച് ബിസിനസ്സുകാരായി ഫുൾ പേയ്മെന്റ് എടുത്തില്ലല്ലോ. അവർക്ക് ടാക്സിന്റെ കളിക്കാൻ വേണ്ടി മോസ്റ്റ്ലി എനിക്കറിയാവുന്ന ഒരു 90% ആൾക്കാരും ഓടിക്കാറല്ലോ കേട്ടോ, നോക്കണ്ട. എന്ത് പറ്റിയ ഫ്ലാറ്റ് വിട്ട് കാലി പോകുന്നത് വണ്ടിയൊന്നും ഇല്ലാതെ ഇത്രയും നേരം പൊന്നുപോലെ കൊണ്ടുവന്നിട്ടില്ലേ? അവിടെ ഇവിടം വരെ ഇന്നത്തെ ഓൾമോസ്റ്റ് കറക്റ്റ് ആയിരുന്നു. സാധാരണ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞ് ടോപ്പിക്ക് പെൻഡിങ് ആണ്. അതെന്നാണെന്നറിയാമോ, നമ്മൾ ഒരറ്റത്ത് തുടങ്ങിയിട്ട് ഈ പ്ലാവെന്ന് തുടങ്ങി നമ്മൾ മാറിയെ പോയി അവിടെ നിന്ന് തേക്കേ കയറി അവസാനം പറഞ്ഞു തരുന്നത് ആ പ്ലാവാണോ തേക്കാണോ ഇത് ബാക്കി ഒരുമില്ല പ്ലാൻ ചെയ്താ പറയുന്നത്. നീ ഞാൻ അങ്ങനത്തെ പരിപാടിയില്ലല്ലോ. പ്ലാൻ ചെയ്ത് നിൽക്കും. അതാണ് ഏറ്റവും വലിയ എന്നാ പറയാം, പഠിച്ചേച്ച് പറയാൻ പറയും. ഇതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വിവരമില്ല.
ഉള്ള മെമ്മറി എന്നൊക്കെ പറഞ്ഞു വിട്ടാൽ മതി ഇതല്ലേ. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള എനിക്ക് അല്ല, ഇത് ഞാനുകൊണ്ടാണ് പറയുന്നത്, ബാക്കി നമ്മൾ വരക്കട്ടെ. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ വിലക്കിയിട്ട് സാധനം ജെനുവിനാണെന്നുണ്ടെങ്കിൽ അതൊരു അത് ഞാൻ നോക്കിയിട്ടടാ, ഇവർ ഈ കിടന്ന് മലപ്പുറം തപ്പി ഇറക്കേണ്ട കാര്യമുണ്ട്. നേരെ പോയിട്ട് ഉള്ളതിന് വണ്ടി എടുത്താൽ പോരെ. ഏത് എനിക്ക് ഒക്ടാവിയൊക്കെ ഒരു വണ്ടി ഇറങ്ങിയായിരുന്നു അല്ലേ? എടാ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, ഒക്ടാവിക്ക് മാത്രം ഇറങ്ങിയുള്ള സൂപ്പർബിൻ ഇറങ്ങിയായിരുന്നു. ഞാൻ ഒക്ടാവിക്ക് കണ്ടിട്ടുണ്ട് നേരിട്ട്. ഉണ്ടല്ലേ, ഒരിക്കലും തോന്നിക്കാം. ഞാൻ മാൻ ഓടിച്ചിരിക്കാം ഈ സാധനം ഇപ്പോഴും. പക്ഷെ കേരളത്തിൽ ഈ സാധനം വർക്കിംഗ് ആയിട്ട് ഓടുന്നവരുണ്ട്. അതായത് ഇപ്പോഴല്ലേ നമ്മൾ ഈ ഭാരത് ബെൻസ് ഭയങ്കര പവർ എന്ന് പറയുന്നേ, അന്ന് ഈ സെയിം ലോഡ് കയറ്റിക്കൊണ്ട് അന്നേ അവന്മാർ ഓടുന്നുണ്ടായിരുന്നു. വലിക്കുമല്ലേ നല്ലപോലെ? അല്ലേ പിന്നെ ആൾക്കാർ കൊണ്ടു നടക്കുകയല്ലോ, റിലയബിൾ അല്ല. ഞാൻ എല്ലാത്തിനും തെളിവിളിക്കുന്നു ഈ മിററില്ലേ, ഡിജിറ്റൽ മിറർ. ഇത് അല്ല, മറ്റേതിനുമായി കണ്ണ് കിട്ടുന്ന അവസ്ഥയാ. ഇവിടെ ഐക്യയുടെ പരസ്യം ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഏത് ലക്ഷറി ആയിട്ട് ഐക്യ കൊടുക്കുകയാണോ? എടാ അത് ഭയങ്കര കോമഡിയാണല്ലോ. ഒരു വെള്ളം പോലും ഇല്ലാത്തത് കൂടി ഡെലിവറി കൊടുക്കുന്നത്. എടാ ഈ സാധനത്തിന് ഇത് കൊണ്ടേ കൊടുക്കേണ്ടത് എങ്ങോട്ടാ? മിനിമം ഒരു എന്താ പറയുക, ഒരു റിവറോ എന്തെങ്കിലും വേണ്ടേ? ഐക്യയുടെ ഷോപ്പിൽ കൊടുക്കോടാ. പുറത്ത് സാധനം ഉണ്ടോ? ഒരു ഫോട്ടോ എടുക്കാം. എന്തുവാടാ വണ്ടിയുടെ കളറൊക്കെ മറ്റേ ഡ്യൂട്ടോൺ പോലത്തെ നേരെ നോക്കിക്കഴിഞ്ഞാൽ ചോല, സൈഡിൽ നോക്കിയാൽ വെള്ള. ട്രാൻസിനെറ്റ് അതെന്ത് പറ്റി? ആ വണ്ടി കൊണ്ട് ഓടാത്ത ഫ്രീസ് ആയി നിൽക്കുന്നത്. ഫോട്ടോ എടുക്കുക. 2, 4, 6, 8, 10, 12, 14, 16, 17, 18, 19, 20, 22 വീലുള്ള വണ്ടിയാട്ടോ. നല്ല ആയിട്ടാ. കളറെങ്കിലും കുറച്ചെങ്കിലും കാണാം. മറ്റേ മേളിലാണെങ്കിലും എഴുത്തിരിക്കും. എസ്കേപ്പ് വെച്ച ചേട്ടാ, എന്നിട്ട് 2 ഇഞ്ച് ഇതാണോ ലക്ഷറി ആയിട്ട് പുറകിലൊരു മേശയിട്ട് കൊടുത്തേക്കുന്നത്? കാണിക്കുക ഇത് കേട്ടോ, ബാക്കിലൊരു കസേര കൊടുത്തിട്ടുണ്ട്. വേണം ഇവിടെ എന്തെങ്കിലും വെച്ചാൽ കണ്ടോളാം. എൻ്റെ യൂട്യൂബ് വീഡിയോ അല്ല, കണ്ടു നോക്ക്. അപ്പം മനസ്സിലാവും എന്നാണ്. അല്ല ഇതിൻ്റെ അടിയിലോട്ടുണ്ട്. ഇത് മൊത്തം ഇന്നലെ ക്യാബിൽ ഒന്നിരിക്കും. ആ ട്രെയിൻ നോക്കിക്കേ വരാൻ പറ. എടുത്തിട്ട് പോടേ. ഇത് നല്ല ഫോട്ടോ എടുത്തു. സാധാരണ വണ്ടി ഇവിടെ കൊണ്ട്